ആ ഇല്ലില്ല, അത് ഞാൻ സംസാരിച്ച് നോക്കട്ടെ. ഹേയ് നോ നോ, അത് കോട്ടയം മൂവ് ചെയ്യുന്ന കാര്യമുള്ളൂ. ഓക്കെ ഓക്കെ ശരി. യെസ് പ്രമോദ്, ഇന്ന് ഞാൻ പോയ അടുത്ത 16-ാം തീയതി തിരിച്ചെത്തു. ദാറ്റ് മീൻസ് 10 days. Hope you can manage in my absence. നോ ഇഷ്യൂസ്. ഹോങ്കോങ്ങിലെ കോൺട്രാക്ട് ഉറപ്പിക്കുമ്പോൾ ജസ്റ്റ് ഗിവ് മീ എ കോൾ. ഐ വിൽ ഫ്ലൈ ഡൗൺ ഫോർ ദ സെലിബ്രേഷൻ പാർട്ടി. ഓക്കെ ഡൺ. ബട്ട് എനിക്കിനി വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. താൻ ആ സ്റ്റേറ്റ്മെന്റ് ഡ്രാഫ്റ്റ് ഒന്ന് എടുക്കുക. ലെറ്റ് മീ ഗോ ത്രൂ ഇറ്റ്. ഓഫ് കോഴ്സ്, വൈ നോട്ട്. 1 minute. തദേവോസ് സാർ, മിസ്റ്റർ റൊണാൾഡോന്റെ സ്റ്റേറ്റ്മെന്റ് റെഡിയല്ലേ? സാർ ഒരു 10 minute ഇപ്പൊ റെഡിയാക്കാം. എന്താ ഇത്? ഞാൻ ഇന്നലെ തന്നെ കരട് റെഡിയാക്കി തന്നല്ലേ. പിന്നെ തന്നെ കൂടെ എന്തിനാ ജോലിക്ക് വെച്ചേക്കുന്നേ? ഒരു കാര്യം പറഞ്ഞാൽ അത് സമയത്തിന് ചെയ്യാൻ പോലും കഴിയത്തില്ല. ഇഡിയറ്റ്സ്. സാർ ഇപ്പൊ തരാം. ആ സ്റ്റേറ്റ്മെന്റിന്റെ ഫയൽ ഡ്രാഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. ഇതാ സാർ. അപ്പോ Excellent. To the point, focused and brilliant, I would say. താങ്ക് യു. എക്സ്ക്യൂസ് മീ, ബാലകൃഷ്ണൻ. യെസ് സാർ. നിങ്ങളെ 2 ദിവസമായിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ ഈ ലീവിലായിരുന്നു സാർ. എന്നിട്ട് ഇന്ന് വന്നപ്പോ ലേറ്റ്. മാത്രമല്ല, ഞാൻ പറഞ്ഞ ഒരു കാര്യം പോലും നിങ്ങൾ മര്യാദ ചെയ്തിട്ടില്ല. ഹൗ ആർ ഗോയിങ് ടു മാനേജ് ദിസ് ബാക്ക്ലോഗ്? സാർ അത് ഞാൻ ചെയ്യുന്നുണ്ട് സാർ. Oh, come on. You are getting on my nerves. നിങ്ങൾ അപ്പുറത്തോടെങ്കിലും പോയിരിക്കും. Just be out of my sight. A lawyer with a stutter. Vicken വക്കീൽ. കൊള്ളാലോ. ഒന്നും പറയണ്ട മിസ്റ്റർ റൊണാൾഡ്. എന്റെ അച്ഛന്റെ ഓരോ സെന്റിമെന്റ്സ് 4 അണയ്ക്ക് പ്രയോജനമില്ല. ഒരു മൊറോൺ. സോ പോലീസ് എന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത 3 കോടി എന്റെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പല ഓഫീസുകളിൽ ലെജിറ്റിമേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ക്യാഷ് റിസർവ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. യെസ്, നിങ്ങളുടെ CFM ആയി എനിക്കൊരു സെഷൻ. പിന്നെ ബുക്സ് ഒക്കെ കുറച്ച് ഓൾട്ടർ ചെയ്യേണ്ടി വരും. That's not an issue. I'll ask him to call you. Yeah. Anyways, rock in the court. താങ്ക് യു. സേഫ് ജേർണി. Yeah, thank you. പ്രമോദ്, എന്താണ് ആ വിക്കൻ വക്കീലിന്റെ പേര്? ബാലകൃഷ്ണൻ. എന്താ മിസ്റ്റർ റൊണാൾഡ്? Nothing. He's really funny. ബാലകൃഷ്ണൻ, സാർ, താൻ ഇൻഡിപെൻഡന്റ് ആയല്ലേ? അല്ല, ഇന്നലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കേസിൽ അപ്പിയർ ചെയ്ത് പ്രതിക്ക് ജാമ്യം വാങ്ങി കൊടുത്തു കേട്ടു. അത് കുറച്ച് പൈസക്ക് ആവശ്യം വന്നപ്പോ ഒറ്റയ്ക്ക് കേസെടുക്കാൻ തീരുമാനിച്ച പിന്നെ ഒറ്റയ്ക്ക്. സോറി സാർ. നോ എക്സ്പ്ലനേഷൻ. എനിക്ക് ടൈമില്ല. ഞാൻ പറഞ്ഞ ബാക്കി ഡ്രാഫ്റ്റ്സ് വേഗം റെഡിയാക്കണം. മനസ്സിലായല്ലോ? ലെറ്റ്സ് ഗോ. വർഷങ്ങളായി താമസിച്ചിരുന്ന മുറി പോയി. ഇപ്പോ കോളനി കേറിയ ആ ദുഷ്ടൻ എന്നെ കൊല്ലും. അവനെ പേടിച്ചിട്ട് ഞാനിപ്പോ വീട്ടിൽ പോണത്. തിങ്കളാഴ്ച തിരിച്ചു വരുന്ന കാര്യം ഓർക്കുമ്പോഴാ. വരണ്ട. അല്ല, വന്നോ ഒരു 3-4 ദിവസം അവിടെ എന്തെങ്കിലും പറഞ്ഞൊന്ന് കൂട്. അപ്പോഴേക്കും ഞാൻ സ്ഥലം ഒപ്പിക്കാം. അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. ഇവിടെ നിൽക്കാം. വന്നേ. അതെ, അതുവരെ എനിക്കൊന്ന് അനങ്ങണമെങ്കിൽ എന്റെ മൂടൊന്ന് ഉറക്കണ്ടേ? എങ്കിലേ എനിക്കൊരു മൂട് വരൂ. എന്റെ പ്രാവിന് ജീവനുണ്ടെങ്കിൽ ഞാൻ വക്കീലൊരു മുറി ഒപ്പിച്ചു തരും. കൊക്കിന് ജീവനുണ്ടെങ്കിലെന്നല്ലേ? എനിക്ക് ആ പക്ഷി ഇഷ്ടമല്ല. വൃത്തികെട്ട പക്ഷി, ഒറ്റക്കാലം നിൽക്കുന്ന ഒരു ജന്തു. പാട്ടി. എന്താ അവനെ വിളിച്ചതാ. പുറത്തു വരാൻ ലേറ്റായി. അകത്ത് പോകാൻ ലേറ്റ് ആവില്ല. ഇനി അകത്ത് പോണ്ട. കുറച്ച് സമയം കൂടി വേണം. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഡോക്ടറോട്? സീത ഇന്ന് ഒളിച്ചോടോ ആവോ?
രാമ 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 അടുത്ത എപ്പിസോഡിലാക്കണേ രാമ 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 അമ്മേ അമ്മ എന്നുള്ള 2 അക്ഷരങ്ങളിൽ നിനക്ക് വിൽക്കാതെ വിളിച്ചോണ്ടടാ മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട് ഞാൻ മനഃപൂർവ്വം വിൽക്കണതല്ല. എപ്പ നോക്കിയാലും ടി വി ഇവിടെ വേറെ പണിയൊന്നുമില്ലേ? നിനക്ക് അവിടെ വേറെ പണിയൊന്നുമില്ലേ? എല്ലാ ആഴ്ച ഇങ്ങോട്ട് കെട്ടിയെടുക്കണ എന്തിനാ? ലോകത്ത് ഇങ്ങനത്തെ ഒരു അമ്മ ഒന്നേ ഉണ്ടാവുള്ളൂ. സാധാരണ അമ്മമാരും മക്കളെന്താ വരാത്തെന്ന് ചോദിക്കും. ഇത് വരുമ്പോഴേക്കും എന്തിനാ വന്നേന്ന്. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നപ്പോഴേക്കും എല്ലാ മാസവും എന്റെ കയ്യിൽ കാശ് മേടിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലടിച്ച് കയ്യിലുള്ളത് തീർന്നു പോയിന്ന് പറഞ്ഞു. ഈ മാസം മാസമായിട്ട് വേണ്ടി വരും. ഒന്നുമില്ലേ അമ്മ? കഞ്ഞിയല്ലേ ഇവിടെ? അച്ഛൻ പുറത്തു പോയടാ. അതല്ല കുടിക്കണ കഞ്ഞി. ഇവനൊക്കെ കഞ്ഞി കുടിച്ചിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തൂടെ? ഇന്നെങ്ങാനും സീത ഒളിച്ചോടിയ ഇവനെ ഞാൻ തല്ലിക്കൊല്ലും. അച്ഛനെന്നും ലേറ്റ് നൈറ്റ് ആണോ അമ്മേ? താഴത്ത് പുതുതായിട്ട് തുടങ്ങിയ റിസോർട്ടിലെ ഇപ്പൊ ഏതു നേരം അവിടെ വന്നും പോകുന്ന സായിപ്പന്മാർക്കും മദമാർക്കും കഞ്ചാവും കറുപ്പും സപ്ലൈ ഇപ്പൊ പുതിയ പണി. I have a new generation father. Full time കഞ്ചാവ്. അമ്മ കുറച്ച് ഫ്രീക്ക് ആവാൻ നോക്കുന്നു. ഒന്ന് വെച്ച് തന്നാലുണ്ടല്ലോ അവന്റെ ഒരു. അമ്മേ കഞ്ചാവാണെങ്കിലും അച്ഛനൊരു ജീനിയസാ. LLB പാസ്സായിട്ട് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാതെ വില്ലേജ് ഓഫീസർ അതിന്റെ ഗുണം ഉണ്ടായത് ഈ കയ്യേറ്റക്കാർക്കാ. അച്ഛൻ ഒപ്പിച്ചു കൊടുത്ത വ്യാജ പട്ടയം വെച്ച് എത്ര ആച്ചായമാരാ 100 കണക്കിന് ഏക്കർ ഭൂമി സ്വന്താക്കിയത്. ഗ്രേറ്റ് ഫാദർ. മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ആ പേരുള്ള നിന്റെ അച്ഛന് ചേരത്തില്ല. പിന്നെ ആ ഫ്രോഡ് ഉണ്ടല്ലോ നിന്റെ അളിയൻ പോലീസ് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. വരുമ്പോഴൊക്കെ അമ്മായിയപ്പന് കള്ളും കഞ്ചാവ് കൊടുക്കണമുണ്ട്. തലയ്ക്ക് വെളിവില്ലാതെ ഏത് നേരത്താണാവോ അങ്ങേര് ഈ വീടും പറമ്പും നിന്റെ പെങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പോണത്. എഴുതി കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടമ്മേ. എനിക്ക് തന്നെ ഈ വീടും പറമ്പൊക്കെ. എന്നാ നീ പോയി സന്യസിക്കടാ. മിക്കവാറും അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഓ എന്റെ പെങ്ങളെ സമ്മതിക്കണം. പിന്നെ ഒരു ഗ്രനേഡിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 10 വർഷമായി. നിന്റെ പെങ്ങളെ വെച്ച് നോക്കുമ്പോഴേ അവൻ മാലാഖ്യ. മാലാഖൻ. പശുവിനെ കറന്നാവോ? രാത്രിയിലോ? കഴിച്ചിട്ട് എഴുന്നേറ്റ് പോണവിടുന്ന്. കുറച്ചേരായി. അച്ഛൻ വലുത് കഴിച്ചോ? ബെസ്റ്റ് ചോദ്യം. അത് നിക്കണ പരുവം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഉള്ള കള്ളും കഞ്ചാവും വലിച്ചു കയറ്റിയിട്ട് രാത്രിയിൽ ഒരു വൃത്തികെട്ട കൂളിംഗ് ഗ്ലാസും വെച്ച് നിക്കണ കണ്ടില്ലേ? പൂര ഫിറ്റാടാ. ഈ ലഹരി എന്ന് പറഞ്ഞ അതൊരു ട്രിപ്പിങ്ങടാ, ഒരു ഫ്ലൈറ്റ്. നീതാ നമ്മുടെ ചന്ദ്രനെ കണ്ടോ? എനിക്കിപ്പോ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പറന്ന് 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 അവിടെ വരെ പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ ആംസ്ട്രോങ്ങിനെ പോലെ ഇങ്ങനെ കാലുകുത്താം. കാലുറക്കോ? ഈ ചോദ്യം ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കട്ടെ. നിന്റെ കാലുറച്ചോ ഇതുവരെ, ഈ നിമിഷം വരെ? ജീവിതകാലം മുഴുവൻ ജൂനിയർ എന്ന് പറഞ്ഞ അടിമ, ബാല്യക്കാരൻ. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? നീ നിർത്തടി. ജീവിതത്തിൽ ഒരവസരം എല്ലാവർക്കും കിട്ടും രക്ഷപ്പെടാൻ. ബുദ്ധിയുള്ളവൻ അതിൽ പിടിച്ച് രക്ഷപ്പെടും. അവനെ നമ്മൾ ഭാഗ്യവാൻ എന്ന് വിളിക്കും. നിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ മാറി മാറി വന്നു. നീ അതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചു. വൈ? അപകർഷതാബോധം, ആത്മവിശ്വാസം ഇല്ലായ്മ. Pity on you, my son. ഓ, പറയുന്ന ആൾ അവസരം മുതലാക്കിയ മഹാപുരുഷൻ കറുപ്പ് നിന്നോട് നടക്കും. കറുപ്പിനെന്താടി കുഴപ്പം? ഒരു കുഴപ്പമില്ല. കറുപ്പില്ലെങ്കിൽ വെളുപ്പുണ്ടോ? കറുപ്പും വെളുപ്പും കൂടെ ചേർന്നതാടി സത്യം. അതിനാ വാല്യൂ. നിങ്ങളൊന്ന് വന്ന് കിടക്കുന്നുണ്ടോ മനുഷ്യ? ഓ, അവള് കിടക്കാനുള്ള മൂഡിലല്ലേ? നല്ല മഞ്ഞും നിലാവും തണുപ്പുള്ള രാത്രി, നല്ല ലഹരി. എടാ, എല്ലാം വെറും മായ. റിയാലിറ്റി ഭീകരമല്ലടാ. ഇതിന്റെ കൂടെ അല്ലേ പോയി കിടക്കേണ്ടത്.
pity me, my son. എന്തൊക്കെ തോന്നിയ സാണോ ഈ മനുഷ്യൻ വിളിച്ച് പറയണത്? അമ്മ ഒന്ന് കേറി പോയേ. ആ ചെല്ല്, ഓടി പോയി കിടന്ന് ഉറങ്ങി പോ. ഉണർന്നിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. അച്ഛനും പോയി കിടക്ക്. ഇവനെന്തോ